ഇറക്കി കിടത്തിയിട്ട് വൈകുന്നേരത്തേക്കുള്ള ചോറങ്ങ് ഊറ്റി വെക്കുന്നുണ്ട്. രാവിലെ തിളപ്പിച്ചുറ്റാൻ ചോറുണ്ടായിരുന്നു, തിളപ്പിച്ചൂറ്റി ചോറങ്ങ് ഓടി. അപ്പൊ ഇനി വൈകുന്നേരത്തേക്ക് ചോറ് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് ആരുടെ ഉറക്കുന്നതിന് മുന്നേ തിളപ്പിച്ച് റൈസ് കുക്കറി ഇറക്കി വെച്ചിട്ടാണ്. അപ്പൊ സെറ്റായ ചോറിനെ തിളപ്പിച്ചിട്ട് നേരെ ഊറ്റി. ഈ സമയത്ത് ആരുടെ നല്ല ഉറക്കായോണ്ട് തന്നെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്റർലോക്കിനിടയിൽ പിടിക്കുന്ന പുല്ലുകളുണ്ടല്ലോ, എത്ര പിച്ച് കളഞ്ഞാലും പിറ്റേന്ന് വീണ്ടും പൊടിച്ചു. ഭയങ്കര മെനക്കേടുള്ള ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവമാണ്. ഈ മരത്തിന്റെ ചോട്ടില് എപ്പോഴും കുറെ ഇല വീണ് കിടക്കുകയും അവിടെ തൂത്ത് വൃത്തിയാക്കിയിട്ടിരുന്ന നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ചില ദിവസങ്ങളില് രാവിലെ വൈകിട്ടും ഒക്കെ അവിടെ പോയിരുന്ന കേട്ടോ ഞാൻ ചായ. എന്താ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിന്ന് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ആരോട്ട് എണീക്കുന്നത് വരെയുള്ള സമയത്ത് എത്രയൊക്കെ വൃത്തിയാക്കാൻ പറ്റും അത്രയൊക്കെ ഞാൻ വൃത്തിയാക്കി. പക്ഷെ ഇന്ന് മുഴുവനായിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം വേറൊന്നുമല്ല, നല്ല നടുവേദന ഉണ്ട് 2 ദിവസമായിട്ട്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ചധികം പണികൾ തന്നെ ഉണ്ട് കേട്ടോ. മിറ്റമൊക്കെ വൃത്തിയാക്കി കഴിയും, ദേഹത്ത് മൊത്തം മണ്ണും പൊടിയൊക്കെ ആയിരിക്കുമല്ലോ, അത് വെച്ചുകൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ല. അവൾ എണീക്കുന്നതിന് മുന്നേ തന്നെ ബാക്കിയുള്ള ജോലികളും തീർത്ത് കുളിച്ച് സെറ്റായി നിൽക്കണ്ടേ. ഈ മരത്തിന്റെ ചോടും കുറച്ച് ഗേറ്റിന്റെ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് നേരെ അതെല്ലാം കൊണ്ട് കളയുന്നു. പൊഴിയാറായി നിന്ന് കുറച്ച് ഇലയൊക്കെ പൊഴിച്ചിട്ടിട്ട് തൂത്ത് മാറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോ ഇതെല്ലാം കൂടെ വീണ് വൃത്തിയായി. സത്യത്തിൽ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോ നടുവിനൊരു നല്ല പണി. ഞാൻ ബാക്കി ജോലികളുടെ കിടക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.